ഹേയ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറും ആണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇപ്പോൾ തലേദിവസം തന്നെ അരി ഉഴുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ റാഗിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഉപ്പിട്ടടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എടുത്തപ്പോഴത്തേക്കും കുറച്ച് ഞാൻ റാഗി ചേർക്കാത്ത മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. സാധാ ഇഡ്ഡലി പോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. റാഗി നല്ലതാണല്ലോ, കാൽസ്യം ഒക്കെ ഉള്ളതായതുകൊണ്ട് അവരുടെ ഉള്ളിലാകുന്നത് നല്ലതാണ്. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് നമുക്ക് റെഡിയാക്കാൻ നേരത്തെ ബീഫ് വരട്ടി എടുക്കണോ അതോ കറി വെക്കണോ എന്നുള്ള ഇതിലായിരുന്നു, കൺഫ്യൂഷനായിരുന്നു. എന്നാലും നമുക്കത് കറിയായിട്ട് തന്നെ വെക്കാം എന്ന് കരുതി അങ്ങനെ സവോളയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വേപ്പില, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, ഏലക്ക ഒക്കെ പൊടിച്ചതൊക്കെ എടുത്ത് വെച്ചു. കുക്കറിൽ റെഡിയാക്കാമെന്ന് കരുതി കുക്കർ എടുത്തപ്പോഴാണ് പരിപ്പ് വേവിച്ച് അരിച്ച് വെച്ചേക്കാനുള്ള നോർത്ത്. പിന്നെ അത് കുറച്ചൊന്ന് കഴുകിയെടുത്തു. പിന്നെ ഇതും കൂടെ കരിച്ച് പൊകച്ചിട്ട് നമുക്ക് ആവാമെന്ന് കരുതി അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് ജിഞ്ചർ ഗാർലിക് ആദ്യം ഇട്ടു. അത് ഒന്ന് മൂത്ത് വന്ന ആ ടൈമിന് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വാടിക്കഴിഞ്ഞ് വലിയ ഉള്ളി ഇട്ടു. രണ്ടും കൂടെ നന്നായിട്ട് ഈ 3 സാധനങ്ങളും കൂടെ വാടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഉപ്പ് ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഇട്ടു, മീറ്റ് മസാല ഇട്ടു, പിന്നെ കുരുമുളക് പൊടി ഇട്ടു. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തന്നെ ആ മീറ്റിൽ ഇത് എല്ലാ പൊടികളും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് എത്രയാണ് ഇത് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഒരു 7-8 വിസിലടിക്കുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാകുന്നു. വെന്ത് സോഫ്റ്റ് ആയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പരുവം പറഞ്ഞാൽ. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല. ആദ്യമായിട്ടോ ഞാൻ ബീഫ് കറി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമുക്ക് ഒന്ന് റൈസ് റെഡിയാക്കി എടുക്കാമെന്ന് പെട്ടെന്ന് തോന്നിയതൊന്നല്ലാണ്. നേരത്തെ ഒന്നും തീരുമാനിച്ചതല്ല. അങ്ങനെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഒന്നിലൊന്നും തൊടാത്ത രീതിയിൽ റൈസിൽ ഒന്ന് കുഴഞ്ഞ് വരാതിരിക്കാൻ നാരങ്ങ നീരൊക്കെ അതിലേക്ക് ഒഴിച്ചായിരുന്നു കേട്ടോ. കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് അങ്ങനെ നന്നായിട്ട് തന്നെ റൈസ് പാകപ്പെടുത്തി എടുത്തു. ആ റൈസിലേക്ക് ബീഫ് ബിരിയാണിയുടെ നമുക്ക് ഇതുണ്ടായിരുന്നു, ചെമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ കളറൊന്നും അല്ല കേട്ടോ. ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരി ഉഴുന്ന് അരച്ച് വെച്ചേക്കുന്ന മാവിലോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് പിങ്ക് ദോശ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും അത് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിങ്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു. ഗ്രീൻ കളറോ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ എന്ന് പറയുമ്പോൾ മുരിങ്ങയില എടുക്കാം. പിന്നെ മുട്ട വെച്ചിട്ടാണ് ഈ മഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. ഇത് ബീട്രൂട്ട് വിത്ത് ലെമൺ ജ്യൂസാണ്.